Hi, my dear students. Welcome to Math World Mathematics Online Classes. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ പുതിയ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ നമ്പർ 7. ചാപ്റ്റർ 9 സിമിലർ ട്രയാങ്കിൾസ്. മലയാളം മീഡിയം 7ാമത്തെ ചാപ്റ്റർ അധ്യായമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് സദൃശ്യ ത്രികോണങ്ങൾ. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഈക്വൽ ട്രയാങ്കിൾ അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ പഠിച്ച കുറെ കാര്യങ്ങൾ അതുപോലെ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്താണ് സിമിലർ ട്രയാങ്കിൾ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. 2-3 റൂളുകളുണ്ട്. ആ റൂള് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണം. അത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ് പഠിക്കേണ്ടത്? എന്താണ് സിമിലർ ട്രയാങ്കിൾ അഥവാ സദൃശ്യ ത്രികോണങ്ങൾ. പിന്നെ 2 ത്രികോണങ്ങൾ തന്നാൽ അത് എങ്ങനെയാണ് നമ്മൾ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് തെളിയിക്കുന്നത്. 3 ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? വാട്ട് യു മീൻ ബൈ സിമിലർ ട്രയാങ്കിൾസ്? എന്താണ് സദൃശ്യ ത്രികോണങ്ങൾ? അപ്പൊ നമ്മൾ ഇവിടെ 2 ത്രികോണങ്ങൾ എടുക്കണം. സദൃശ്യ ത്രികോണങ്ങൾ എന്താണ് അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾ എന്താണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി 2 ത്രികോണങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പൊ അതാ ഒന്നാമത് ഒരു ത്രികോണം വരച്ചു. ഓക്കെ, ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചു. പേര് കൊടുക്കാണ് ABC. ദെൻ മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. PQR. ഓക്കെ, അപ്പൊ ഞാൻ 2 ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ പേര് ABC, അടുത്ത ട്രയാങ്കിളിന്റെ പേര് PQR. ഓക്കെ, ഇതില് ആംഗിൾ P, ഇവിടെ ഒരു ആംഗിൾ P അല്ല, ആംഗിൾ A കാണാം. ഇവിടെ മറ്റൊരു ആംഗിൾ ഉണ്ട്, ആംഗിൾ P അല്ലെ. ഒന്നാമത്തെ ത്രികോണത്തിൽ നിന്ന് ആംഗിൾ A എടുത്തു, രണ്ടാമത്തെ ത്രികോണത്തിൽ നിന്ന് ആംഗിൾ P എടുത്തു. ഈ 2 കോണുകളും തുല്യമാണ്. ഇനി ഒന്നാമത്തെ ത്രികോണത്തിൽ നിന്ന് ആംഗിൾ ബിയും രണ്ടാമത്തിൽ നിന്ന് ആംഗിൾ ക്യൂവും എടുക്കുന്നു. അപ്പൊ ഞാൻ എഴുതാണ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇനി ഇവിടുന്ന് തേർഡ് ആംഗിൾ, ഇവിടത്തെയും തേർഡ് ആംഗിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ തേർഡ് ആംഗിൾ എന്താണ്? ആംഗിൾ സി. ഇവിടുത്തെ തേർഡ് ആംഗിൾ എന്താണ്? ആംഗിൾ ആർ. ഓക്കെ, അപ്പൊ ഞാൻ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിളും ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിളും എന്തായിട്ട് മാറി? ഈക്വൽ ആയിട്ട് മാറി. അങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ മറ്റൊരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന് ഈക്വൽ ആവുകയാണെങ്കിൽ, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമാവുകയാണെങ്കിൽ ആ ത്രികോണങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നു. ആ ട്രയാങ്കിൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സിമിലർ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോ 2 ത്രികോണങ്ങൾ സദൃശ്യ ത്രികോണം ആവണമെങ്കിൽ, സിമിലർ ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ 3 ആംഗിളും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ 3 ആംഗിളിനും ഈക്വൽ ആവണം. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 3 ആംഗിൾ സെക്കൻഡ് ട്രയാങ്കിളിന്റെ 3 ആംഗിളിനും ഈക്വൽ ആവണം. അങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ, തുല്യമാവുകയാണെങ്കിൽ ആ 2 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു? സിമിലർ ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു. അപ്പോ നമ്മൾ ഈക്വൽ ട്രയാങ്കിളിന്റെ റെപ്രസെന്റേഷൻ, 2 ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് പഠിച്ച ഓർമ്മയില്ലേ? അതുപോലെ ഇവിടെയും നമുക്ക് അതിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ത്രികോണത്തിന്റെ പേരെന്താ? ABC അല്ലെ. രണ്ടാമത്തെ ത്രികോണത്തിന്റെ പേരെന്താ? PQR. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ പേര് ABC, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേര് PQR. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വരയ്ക്കുന്ന സിമ്പൽ ഇതാണ്. കണ്ടോ? സിമ്പൽ കണ്ടോ? ഈ സിമ്പൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ. ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഈക്വൽ സിമ്പല് അതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഈ ചുനുപ്പ് വരയ്ക്കുന്നു. ഇവിടുത്തെ കേസിലാണെങ്കിലോ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ചുനുപ്പ് വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്. ഇപ്പൊ ആംഗിൾ ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഇനി സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് രണ്ട് ട്രയാങ്കിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളില് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്, ആംഗിൾ ബിയും അതുപോലെ ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്, അതുപോലെ ആംഗിൾ സിയും ആംഗിൾ ആറും എന്താണ്, ഈക്വൽ ആണ്. അപ്പോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആയി, സിമിലർ ട്രയാങ്കിൾ ആയി അല്ലെ. മൂന്ന് ആംഗിളും ഈക്വൽ ആകുമ്പോൾ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു, സിമിലർ ട്രയാങ്കിൾ ആയിട്ട് മാറുന്നു. ഇനി അടുത്ത ശ്രദ്ധിച്ച് കേൾക്കുക. സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ പ്രത്യേകത ഞാൻ പറയാൻ പോവാണ്. അതിനുവേണ്ടി ദാ ഈ വെർട്ടെക്സ് എ എന്നല്ലേ കിടക്കുന്നേ, ഇതിന് ഓപ്പോസിറ്റ് ഒരു സൈഡ് കിടക്കുന്നുണ്ടോ? ദാ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് കണ്ടോ, അത് ഞാൻ സ്മോൾ എ എന്ന് എടുത്തു. അടുത്ത ബിക്ക് ഓപ്പോസിറ്റ് ഒരു സൈഡ് ഉണ്ട്, അതിന് ഞാൻ സ്മോൾ ബി എന്ന് എടുക്കുന്നു. സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തെന്ന് എടുക്കുന്നു, സ്മോൾ സി. ഇതുപോലെ രണ്ടാമത്തെ ഫിഗറിലും പിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് സ്മോൾ പി, ക്യൂവിന് ഓപ്പോസിറ്റ് ഉള്ളത് സ്മോൾ ക്യൂ, ആറിന് ഓപ്പോസിറ്റ് ഉള്ളത് സ്മോൾ ആർ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് ട്രയാങ്കിളിന്റെയും എന്ത് മാർക്ക് ചെയ്തു, സൈഡ്സ് മാർക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ആംഗിൾ എ കണ്ടോ, അതിന് ഓപ്പോസിറ്റ് എന്താ, സ്മോൾ എ ഉണ്ട്. ആംഗിൾ പി ഉണ്ടോ, അതിന് ഓപ്പോസിറ്റ് എന്തുണ്ട്, സ്മോൾ പി ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് കണ്ടുപിടിക്കും, എ ബൈ പി കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എങ്ങനെ എഴുതി, ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. അതുപോലെ ബി നോക്കി, ബിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡ് സ്മോൾ ബി, ക്യൂവിന് ഓപ്പോസിറ്റ്, ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ക്യൂ ആണ്, ക്യൂവിന് ഓപ്പോസിറ്റ് എടുക്കുന്നത് സ്മോൾ ക്യൂ. അപ്പൊ എന്തെന്ന് എഴുതി, ബി ബൈ ക്യൂ എന്ന് എഴുതി. ഇനി തേർഡ് ആംഗിൾ ഇവിടുത്തെ സി അല്ലേ, അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് സി. ഇവിടെ തേർഡ് ആംഗിൾ ആർ, അതിന് ഓപ്പോസിറ്റ് ഉള്ളത് ആർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എങ്ങനെ എഴുതി, ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സിമിലർ ട്രയാങ്കിളിന്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഇതുപോലെ ഫ്രാക്ഷൻ ആയി നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ ഫ്രാക്ഷൻ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് എ ബൈ പി എന്ന് പറയുന്നതും ബി ബൈ ക്യൂ എന്ന് പറയുന്നതും സി ബൈ ആർ എന്ന് പറയുന്നതും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ കേസില് ആംഗിളിന്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ ആംഗിൾ റേഷ്യോ, സോറി സൈഡ്സിന്റെ ഫ്രാക്ഷൻ എഴുതിയില്ലേ, അതിന് നമ്മൾ പറയുന്ന പേര് സൈഡിന്റെ റേഷ്യോ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചൊരു കേസാണ്. എ ഈസ് ടു ബി എന്ന് കണ്ടാൽ, എ ഈസ് ടു ബി എന്ന് കണ്ടാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ബി എന്ന് എഴുതിക്കൂടെ. അതുപോലെ തന്നെയാണ് ഇവിടെ എ ഈസ് ടു പി, ബി ഈസ് ടു ക്യൂ, സി ഈസ് ടു ആർ. ഈ റേഷ്യോസ് എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്നത് പ്രപ്പോർഷണൽ. എന്തോ വിളിക്കുന്നത്, പ്രപ്പോർഷണൽ. മലയാളം മീഡിയം ആനുപാതികം എന്ന് പറയും. ഓക്കെ, അപ്പോ സിമിലർ ട്രയാങ്കിളിന്റെ സൈഡ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയത്. അത് ചെക്ക് ചെയ്തപ്പോ നമുക്ക് എന്താ മനസ്സിലായത്, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് പ്രപ്പോർഷണൽ ആണ്. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താണ്, പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രപ്പോർഷണൽ അല്ലെങ്കിൽ ആനുപാതികം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എടുക്കുക, അതിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഓക്കെ ആണല്ലോ, ഇത് ക്ലിയർ ആണോ? അപ്പോ എന്താ സിമിലർ ട്രയാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആയിട്ടുണ്ട്. ഇഫ് ഓൾ ദി ആംഗിൾസ് ഓഫ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഓൾ ദി ആംഗിൾസ് ഓഫ് അതർ ട്രയാങ്കിൾ, then they are said to be similar triangle. Then they are called a similar triangle. In similar triangle, side opposite to equal angle are proportional. മലയാളം മീഡിയത്തിൽ പറയുമ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമായാൽ അവ സദൃശ്യ ത്രികോണങ്ങളാകുന്നു. സദൃശ്യ ത്രികോണങ്ങളിൽ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും.
ഓക്കെ, അപ്പൊ ഇതില് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സെറ്റ് ഓഫ് പ്രോബ്ലംസില് 3 ആംഗിളും ഈക്വൽ ആയിട്ടുള്ള കേസസ് വരും. അപ്പൊ ഇവിടുത്തെ 3 ആംഗിളും ഇവിടുത്തെ 3 ആംഗിളും ഈക്വൽ എന്നുള്ള കേസസ് എടുത്തുകൊണ്ട് സൈഡിന്റെ എന്ത് എഴുതാൻ പഠിക്കണം? പ്രൊപ്പോർഷണാലിറ്റി എഴുതാൻ പഠിക്കണം. അതാണ് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം കുറച്ച് ലെങ്തിയാണ്, പക്ഷെ സംഭവം കൺസെപ്റ്റ് എന്താണ്? വളരെ എളുപ്പമുള്ള കൺസെപ്റ്റ് ആണ്. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സിമിലർ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ വെച്ചുകൊണ്ടുള്ള സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഒരു ട്രയാങ്കിൾ, ഇത് മറ്റൊരു ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിളിന്റെയും കുറച്ച് ആംഗിൾ ഈക്വൽ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആംഗിൾ പി, ഈ ഒരു ആംഗിളും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ ക്യൂ ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ എക്ക് ഈക്വൽ ആണ്. ദെൻ ആംഗിൾ ആർ, ഈ ഒരു ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിന്റെ ലെങ്ത് അറിഞ്ഞുകൂടാ. പി ക്യു ആർ എസ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ പി ആർ എന്ന് പറയുന്ന ലെങ്തും അറിയില്ല, ആർ ക്യു എന്ന് പറയുന്ന ലെങ്തും നമുക്ക് അറിയില്ല. ആ 2 ലെങ്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കേസ്, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 കോണുകൾക്ക് തുല്യമാണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആയിട്ട് മാറും? എന്ത് ത്രികോണങ്ങളാണ്? സദൃശ്യ ത്രികോണങ്ങളാണ്, അല്ലെ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സോറി, എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ആംഗിൾ ഈക്വൽ ആണ്. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ ഈ 2 ലെങ്തും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതി നോക്കിയാൽ മതി? പ്രൊപ്പോർഷണാലിറ്റി എഴുതി നോക്കിയാൽ മതി. എങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി എഴുതുന്നത്? ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോ ഓരോ ആംഗിൾ ആയിട്ട് നോക്കാം. ആംഗിൾ പി, ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് നോക്കുക. പിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? ആർ ക്യൂ. പിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ആർ ക്യൂ. ഇനി പിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? ആംഗിൾ സി ആണ്. ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? എ ബി. അപ്പൊ ആർ ക്യൂ ബൈ എന്തെന്ന് എടുക്കാം? എ ബി എന്ന് എടുക്കാം. ഓക്കെ, ഇനി ആംഗിൾ ക്യൂ, ഇതാണ് ആംഗിൾ ക്യൂ. അതിന് എതിരെ കിടക്കുന്ന വശം ഏതാണ്? പി ആർ, അല്ലെ? ആംഗിൾ ക്യൂവിന് എതിരെയുള്ള വശം ഏതാണ്? പി ആർ. അടുത്ത ആംഗിൾ എ എടുക്കുക. അപ്പൊ ഇതാണ് ആംഗിൾ എ. അതിന് ഓപ്പോസിറ്റ് എടുക്കുന്നത് ഏതാണ്? ബി സി. അപ്പൊ പി ആർ ബൈ ബി സി. ഇനി മൂന്നാമത്തത് ആംഗിൾ ആർ. അതിനെതിരെ കിടക്കുന്ന വശം ഏതാണ്? പി ക്യു. ആംഗിൾ ആർ, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? പി ക്യു. അതിന് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ ബി എൽ എ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? എ സി. അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള കിട്ടണമെങ്കിൽ ട്രയാങ്കിൾ എ ബി സി എന്നല്ലേ പേര്, അതിൽ നിന്ന് ഏത് കളയുക? ബി കളയുക. അപ്പൊ എന്ത് കിട്ടും? എ സി എന്ന് കിട്ടും. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. ഈ റേഷ്യോസ് എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇതിൽ അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. അറിയാവുന്ന വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കി. ആർ ക്യൂന്റെ വാല്യൂ നോക്കിയ ഫിഗറിൽ നോക്കിയാൽ അറിഞ്ഞൂടാ, അതുകൊണ്ട് ആർ ക്യൂ ഇട്ടു. എ ബിയുടെ വാല്യൂ നമുക്കറിയാം 8. പി ആറിന്റെ വാല്യൂ അറിഞ്ഞൂടാ, അതുപോലെ ഇട്ടു. ബി സിയുടെ വാല്യൂ അറിയാം, എത്രയാ? 4. പി ക്യൂന്റെ വാല്യൂ നമുക്കറിയാം 3. എ സിയുടെ വാല്യൂ നമുക്കറിയാം, എത്രയാ? 6. ഓക്കെ, ഇതില് 3/6 കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 1/2 എന്ന് എഴുതിക്കൂടെ? 3/6 കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/2. ഇതിന്റെ അർത്ഥം എന്താ? റേഷ്യോ എടുക്കുമ്പോ നമുക്ക് ഹാഫ് കിട്ടണം, ശരിയല്ലേ? ഇപ്പൊ റേഷ്യോ എടുത്തപ്പോ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 1/2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഹാഫ്. ഈ റേഷ്യോയ്ക്ക് നമ്മളൊരു പേര് വിളിക്കും. ഈ 1/2 എന്ന് എഴുതിയിരിക്കുന്ന റേഷ്യോയ്ക്ക് നമ്മളൊരു പേര് വിളിക്കും സ്കെയിൽ ഫാക്ടർ. ടെക്സ്റ്റ് ബുക്കിൽ പലയിടത്തും ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും, സ്കെയിൽ ഫാക്ടർ. മലയാളം മീഡിയം ആണെങ്കിൽ തോത്. അപ്പൊ ഇവിടുത്തെ കേസിൽ സ്കെയിൽ ഫാക്ടർ എത്രയാണ്? 1/2. അതിന്റെ മീനിങ് എന്താ? 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഹാഫ്, അല്ലെ? അതിന്റെ പകുതി. അപ്പൊ ഇവിടെ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ഇവിടെ വരിക. ശരിയാണോ നോക്ക്. ഇവിടെ 3,
നോക്കിയേ, അതിന്റെ ഓപ്പോസിറ്റ്, ഇത് ആറിന് ഓപ്പോസിറ്റ് അല്ലേ, അവിടെ ബി ആണ്, ബിക്ക് ഓപ്പോസിറ്റ് എത്രയാണ് 6. അപ്പൊ ഇവിടെ 6 ആയിരുന്നു, അതിന്റെ പകുതി ഇവിടെ വന്നു, എത്രയാ 3. അങ്ങനെയാണെങ്കിൽ ആർ ക്യൂ എന്ന് പറയുന്നത് എ ബിയുടെ പകുതി ആയിരിക്കും. എ ബി 8 അല്ലേ, അപ്പൊ 8ന്റെ പകുതി എത്രയായിരിക്കും ഇവിടെ വരിക, 4 സെന്റിമീറ്റർ. അടുത്തത് നമുക്ക് വേണ്ടത് പി ആർ ആണ്. ബി സി 4 ആണ്. അങ്ങനെയാണെങ്കിൽ പി ആർ എത്രയായിരിക്കും, 4ന്റെ പകുതി. 4ന്റെ പകുതി എത്രയാ, 2. ഓക്കെ, അപ്പോ നമ്മള് എന്ത് കണ്ടുപിടിക്കുക, സ്കെയിൽ ഫാക്ടർ കണ്ടുപിടിക്കുക. ഇനി എന്താ ചെയ്തത്, റേഷ്യോ എഴുതി, അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തു. അറിയാവുന്ന വാല്യൂ ഇട്ട് കൊടുത്തപ്പോ ഇവിടെ നമുക്ക് 2 വാല്യൂ അറിയാമായിരുന്നു, റെഡ്യൂസ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 1/2. അതിനെ നമ്മൾ സ്കെയിൽ ഫാക്ടർ അഥവാ തോത് എന്ന് പറയുന്നു. സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, തോത്. ഓക്കെ, സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ തോത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഐഡിയ കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ട്രയാങ്കിളിന്റെ സൈഡിന്റെ പകുതി ആയിരിക്കും ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ്. ഇപ്പൊ നമ്മൾ റേഷ്യോ നോക്കുക, എ ബി 8, അതിന്റെ പകുതി മുകളിൽ വരണം, അപ്പൊ ഇത് 4. ഇവിടെ 4, അതിന്റെ പകുതി മുകളിൽ വരണം, അപ്പൊ പി ആർ എത്ര കിട്ടും, 2 സെന്റിമീറ്ററിന് കിട്ടും. അങ്ങനെ സിമ്പിൾ ലോജിക്ക് വെച്ചുകൊണ്ട് നമുക്കിത് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ്, അതായത് എക്സസൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അപ്പൊ കുറച്ച് ടൈം എടുക്കും, എങ്കിലും നമുക്കത് കംപ്ലീറ്റ് ഐഡിയയും എന്ത് ചെയ്യാൻ പറ്റൂ, ക്യാച്ച് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എൻട്രി ചെയ്യാം. The perpendicular from the square corner of a right triangle cut the opposite side into 2 parts of 2 and 3 centimeter length. Prove that the 2 small right triangle cut by the perpendicular have the same angle. Taking the length of the perpendicular as h, prove that h by 2 equal to 3 by h. Calculate the perpendicular sides of the large triangle. Prove that if the perpendicular from the square corner of a right triangle divide the opposite side into parts of length a and b, and if the length of the perpendicular is h, then h square equal to ab. ഒരു മട്ടത്രികോണത്തിന്റെ മട്ടമൂലയിൽ നിന്ന് കർണത്തിലേക്ക് വരയ്ക്കുന്ന ലംബം കർണത്തിനെ 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും നീളമുള്ള ഭാഗങ്ങളാക്കുന്നു. ലംബം മുറിച്ചുണ്ടാകുന്ന 2 ചെറിയ മട്ടത്രികോണങ്ങൾക്കും ഒരേ കോണുകളാണെന്ന് തെളിയിക്കുക. ലംബത്തിന്റെ ഉയരം h എന്നെടുത്താൽ h by 2 equal to 3 by h എന്ന് തെളിയിക്കുക. വലിയ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ കണക്കാക്കുക. ഒരു മട്ടത്രികോണത്തിന്റെ മട്ടമൂലയിൽ നിന്നും കർണത്തിലേക്ക് വരയ്ക്കുന്ന ലംബത്തിന്റെ നീളം h എന്നും അത് കർണത്തിനെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം a, b എന്നും എടുത്താൽ h സ്ക്വയർ ഈക്വൽ ടു ab എന്ന് തെളിയിക്കുക. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ പെർപെൻഡിക്കുലർ ഫ്രം ദി square corner of a right triangle cut the opposite side into 2 parts of 2 and 3 centimeter length. അപ്പോ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു, അതിന്റെ അകത്ത് 90 ഡിഗ്രി വന്നിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ താഴോട്ട് വരച്ചു. അത് ബേസിനെ എന്ത് ചെയ്തു, 2 അതുപോലെ 3 സെന്റിമീറ്റർ ആയിട്ട് 2 പാർട്ടായിട്ട് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഉള്ള 2 പാർട്ടായിട്ട് കട്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prove that 2 small right triangle cut by the perpendicular have the same angle. അപ്പൊ ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടിയിട്ടില്ലേ, ആ 2 ട്രയാങ്കിളിനും സെയിം ആംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുക്കുകയാണേ. വലിയ ട്രയാങ്കിളിന് എ ബി സി എന്ന് പേര് കൊടുത്തു. ഹൈറ്റ് ഇവിടെ മീറ്റ് ചെയ്ത പോയിന്റിന് ഡി എന്ന് കൊടുത്തു. അപ്പൊ നമ്മളുടെ ട്രയാങ്കിൾ എ ബി സി 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ട്രയാങ്കിൾ എ ഡി സി, അടുത്തത് ട്രയാങ്കിൾ ബി സി ഡി അല്ലെങ്കിൽ ബി ഡി സി. ഓക്കെ ആണല്ലോ. ഇതില് ഈ ഒരു ആംഗിൾ ഉണ്ടോ, ആംഗിളിന് തൽക്കാലം എക്സ് എന്ന് എടുക്കുന്നു. ഈ ഒരു ആംഗിൾ എന്തെന്ന് എടുത്തു, എക്സ്. ഈ ആംഗിൾ നമുക്കറിയാം 90 ആണ്. ഇത് 90 ആകുമ്പോ ഇത് എത്രയായിരിക്കും, 90.
അപ്പൊ ഒരു ആംഗിൾ എക്സ്, ഒരു ആംഗിൾ 90. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും ഒന്ന് പറഞ്ഞു നോക്കി. ഇത് എക്സ്, ഇത് 90. ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? അറിയാവുന്ന 2 ആംഗിള് കൂട്ടിയിട്ട് 180 കുറയ്ക്കുക. അപ്പൊ 90ഉം എക്സ് കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 90 പ്ലസ് എക്സ്. ഒന്ന് കുറച്ച് പറഞ്ഞേ. 180 മൈനസ് 90. മൈനസ് അകത്ത് കൊടുത്താണ് പോകുന്നത്. ആ ബ്രാക്കറ്റ് മാറ്റാൻ മൈനസ് അങ്ങ് അകത്ത് കൊടുത്തു. ഇനി ഈ 180 90 കുറയ്ക്കുന്നു, എത്ര കിട്ടും? 90. 180 മൈനസ് 90, 90 മൈനസ് എക്സ്. അപ്പൊ ഈ ആംഗിൾ എനിക്ക് എത്രയെന്ന് കിട്ടി? 90 മൈനസ് എക്സ്. ഇനി ഈ ആംഗിൾ മൊത്തത്തിൽ എത്രയാ? 90 ആണ് അല്ലെ? മൊത്തത്തിൽ 90 അല്ലേ? ഇത് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇതെന്താവണം? എക്സ്. ഒന്ന് കൂട്ടി നോക്കി. 90 മൈനസ് എക്സ് പ്ലസ് എക്സ്. ഈ മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ കട്ട് ചെയ്തിട്ട് എത്ര കിട്ടും? 90 കിട്ടും. അപ്പൊ ഈ ആംഗിൾ എക്സ് എന്നായില്ലേ? ഈ ആംഗിൾ എത്രയാണ്? 90. അപ്പൊ ഇത് എത്ര വരും പറ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചോളൂ. ഒന്ന് 90, ഒന്ന് എക്സ്. അങ്ങനെ ഇതെന്ത് വരും? 90 മൈനസ് എക്സ്. എന്തെന്ന് വരും? 90 മൈനസ് എക്സ്. ഇനി 2 ഫിഗർ കൂടെ നോക്കി. ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതൊക്കെയാ? ആംഗിൾ എ ഈക്വൽ ടു, ആംഗിൾ എ എന്ന് പറയുന്ന എക്സ് ആണ്. അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഈ ആംഗിൾ അല്ലേ? അതിന്റെ പേരെന്താ? ആംഗിൾ ബി സി ഡി ഈക്വൽ ടു എത്ര ഡിഗ്രി? എക്സ് ഡിഗ്രി. അടുത്തത് 90 വരുന്ന ഏതൊക്കെയാ? ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഈക്വൽ ടു എത്ര ഡിഗ്രി? 90 ഡിഗ്രി. അടുത്ത എന്ത് പറയാം? 90 മൈനസ് എക്സ് വരുന്ന ആംഗിൾ ഏതൊക്കെയാ? ഒന്ന് ആംഗിൾ എ സി ഡി. പടത്തിൽ നോക്കിയാൽ കിട്ടും എ സി ഡി. 90 മൈനസ് എക്സ്. ഇവിടെ ഏതാണ്? ആംഗിൾ ബി. ഈക്വൽ ടു എത്രയാണ് ആംഗിള്? 90 മൈനസ് എക്സ്. അപ്പോ ഈ ട്രയാംഗിളിന്റെ 3 ആംഗിൾ അടുത്ത ട്രയാംഗിളിന്റെ 3 ആംഗിളിന് ഈക്വൽ ആയോ? ആയി. ഇതാണ് ഒന്നാമത്തെ പാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നത് ടേക്കിംഗ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ആസ് എച്ച്. ഇവിടുത്തെ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് വരച്ചേക്കുന്നുണ്ടോ? അതിന് എന്തെന്ന് എടുക്കുക? എച്ച്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എച്ച് ബൈ 2 ഈക്വൽ ടു 3 ബൈ എച്ച്. എന്ത് പ്രൂവ് ചെയ്യണം? എച്ച് ബൈ 2 ഈക്വൽ ടു 3 ബൈ എച്ച്. എച്ച് ബൈ 2 ഈക്വൽ ടു എന്തെന്ന് പ്രൂവ് ചെയ്യുക? 3 ബൈ എച്ച് എന്ന് പ്രൂവ് ചെയ്യുക. എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഈ 2 ട്രയാംഗിളിന്റെയും ആംഗിൾ ഈക്വൽ ആണ് അല്ലെ? ഈ 2 ട്രയാംഗിളിന്റെ ആംഗിൾ ഈക്വൽ അല്ലേ? ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാംഗിളും, അതായത് ട്രയാംഗിൾ എ ഡി സിയും ട്രയാംഗിൾ ബി ഡി സിയും എന്തായിരിക്കും? സിമിലർ ട്രയാംഗിൾ ആയിരിക്കും അല്ലെ? ഈ 2 ട്രയാംഗിൾ എന്ത് ട്രയാംഗിൾ ആയിരിക്കും? സിമിലർ ട്രയാംഗിൾ ആയിരിക്കും. സിമിലർ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കണം? പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്താവണം? പ്രൊപ്പോർഷണൽ ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആംഗിൾ ഏതൊക്കെയാണ് ഈക്വൽ എന്ന് നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് എഴുതാൻ പോവാ? റേഷ്യോ എന്ന് എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ദാ ഈ ആംഗിൾ എക്സ് അല്ലേ? ആംഗിൾ എക്സ് അല്ലേ? അതിന് ഓപ്പോസിറ്റ് ആക്കുന്ന സൈഡ് ഏതാ? സി ഡി. എക്സിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. അതിന് ഓപ്പോസിറ്റ് എടുക്കുന്ന എന്താ? ബി ഡി. ഫിഗറിൽ നോക്കിയെടുത്താൽ മതി. എക്സിന് ഓപ്പോസിറ്റ് സി ഡി, ഈ എക്സിന് ഓപ്പോസിറ്റ് ബി ഡി. അപ്പൊ സി ഡി ബൈ ബി ഡി. ഇനി 90ക്ക് ഓപ്പോസിറ്റ് നോക്കാം. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് എ സി, ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് എന്താ? ബി സി. അപ്പൊ എ സി ബൈ ബി സി. ഇനി 90 മൈനസ് എക്സിന് നോക്കാം. ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് 2 അല്ലെങ്കിൽ എ ഡി. 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് എ ഡി. ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് എന്താണ്? സി ഡി. അപ്പോ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എഴുതി. ഇത് ഈക്വൽ ആണെന്ന് കൊടുക്കാം. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഈക്വൽ ആണ്, പ്രൊപ്പോർഷണൽ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇതിൽ ഓരോ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുക. സി ഡി ഫിഗർ നോക്കി കഴിഞ്ഞാൽ അത് എച്ച് എന്ന് തന്നിട്ടുണ്ട്. ബി ഡി നോക്കിയ ഫിഗർ നോക്കിയാൽ 3. അടുത്തത് എ സി അറിഞ്ഞൂടാ, അതുകൊണ്ട് അതുപോലെ ഇട്ടു. ബി സി അറിഞ്ഞൂടാ, അതുപോലെ ഇട്ടു. ഇനി എ ഡി എത്രയാ? 2. സി ഡി എത്രയാണ്? എച്ച്. അപ്പൊ ഇതില് നടുക്കുള്ള പാർട്ട് അങ്ങ് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നടുക്കുള്ള പാർട്ട് കളഞ്ഞാൽ എച്ച് ബൈ 3 ഈക്വൽ ടു 2 ബൈ എച്ച്. ഇത് കിട്ടും. എച്ച് ബൈ 3 ഈക്വൽ ടു
2/h. രണ്ട് സൈഡിലൊന്ന് റെസിപ്രോക്കൽ എടുത്തേ. h/3 യുടെ റെസിപ്രോക്കൽ എന്താ? തിരിച്ചിട്. h/3 തിരിച്ചിട്ടാൽ 3/h ഈക്വൽ ടു 2/h തിരിച്ചിട്ടോ എന്ത് കിട്ടും? h/2. അപ്പൊ 3/h ഈക്വൽ ടു എന്തെന്ന് കിട്ടി? h/2 എന്ന് കിട്ടി. ഓക്കെ, എന്തെടുത്തു? റെസിപ്രോക്കൽ എടുത്തു. ഇനി LHS കിടക്കുന്ന h/2 ഉണ്ടോ? അത് ഞാൻ എവിടെ, സോറി, RHS കിടക്കുന്ന h/2 എവിടെ എഴുതി? LHS എഴുതി. LHS കിടക്കുന്ന 3/h എവിടെ എഴുതുന്നു? RHS എഴുതുന്നു. വെറുതെ ഒന്ന് തിരിച്ചെഴുതി, വാല്യൂ മാറില്ല. ഓക്കെ, എന്തിനായിരിക്കും ഞാൻ തിരിച്ചെഴുതിയത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? h/2 ഈക്വൽ ടു 3/h. അപ്പൊ ആദ്യം നമ്മൾ ആംഗിൾ എല്ലാം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് പ്രൊപ്പോർഷൻ ആണ്. അത് വെച്ചുകൊണ്ട് പ്രൊപ്പോർഷണാലിറ്റി എഴുതി. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. ആദ്യം റെസിപ്രോക്കൽ എടുത്തു, ദെൻ എന്ത് ചെയ്തു? LHS ഉം RHS ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എഴുതി. അപ്പൊ ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ. ലാർജ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കാര്യം ആവശ്യം വരും. വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താ? h/2 ഈക്വൽ ടു 3/h അല്ലെ? ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്താണ് h/2 ഈക്വൽ ടു 3/h. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചുതരാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? h ഇൻറ്റു h, h സ്ക്വയർ. 3 ഇൻറ്റു 2 6. അപ്പോ h സ്ക്വയറിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ആവശ്യം വരും. h സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 6. അത് നമുക്ക് വേണം. അത് ഞാൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്ത് വെച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് മൈൻഡിൽ സെറ്റ് ആയിരിക്കണം. h സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? 6. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ലെങ്തുകളാണ്. ഒന്ന് AC, അടുത്തത് BC. എനിക്ക് AC-യുടെ ലെങ്തും വേണം, അതുപോലെ BC-യുടെ ലെങ്തും വേണം. അതിന് ഞാൻ ഓരോ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാം. ആദ്യം ഞാൻ എടുക്കുന്നത് ട്രയാങ്കിൾ ADC. ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നു. ADC അതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഒരു മട്ടത്രികോണം അല്ലേ? കാര്യം ഒരു കോൺ 90 ഡിഗ്രിയാണ്. അതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? പൈതഗോറസ് തിയറം ഒബേ ചെയ്യും. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അത് എന്ത് ഒബേ ചെയ്യും? പൈതഗോറസ് തിയറം ഒബേ ചെയ്യും. എന്താ പൈതഗോറസ് തിയറം പഠിച്ചു വെച്ചിരിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. ഓക്കെ, അത് ഇതിന്റെ അകത്തൊന്ന് എഴുതി നോക്കാം. കർണം എന്ന് പറയുന്നത് AC ആണ്. അപ്പൊ AC സ്ക്വയർ ഈക്വൽ ടു പാദം AD സ്ക്വയർ, ലംബം എന്താണ്? CD സ്ക്വയർ. അപ്പോ AC സ്ക്വയർ ഈക്വൽ ടു എന്നെന്ന് എഴുതി AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി വാല്യൂ കൊടുക്കാം. AD-യുടെ വാല്യൂ എത്രയാ? 2 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. CD-യുടെ വാല്യൂ എന്താ? h. CD-യുടെ വാല്യൂ h അല്ലേ? അപ്പൊ ഇവിടെ എന്താ എഴുതാൻ പറ്റുക? h സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? h സ്ക്വയർ. ഓക്കെ, ഇനി 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4. h-ന്റെ സ്ക്വയർ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചു വെച്ചു. ഓർത്തിരിക്കണമെന്ന് പറഞ്ഞു. എത്രയായിരുന്നു? 6. 4 മാറും കൂടെ കൂട്ടി എത്ര കിട്ടൂടാ? 10. അപ്പൊ AC സ്ക്വയർ എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ AC-യുടെ വാല്യൂ എന്തായിരിക്കും? √10. AC-യുടെ വാല്യൂ എന്താണ്? √10. ഈ ലെങ്ത് കിട്ടി. എത്രയെന്ന് കിട്ടി? √10. അപ്പൊ ഏത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ലെങ്ത് കണ്ടുപിടിച്ചത്? പൈതഗോറസ് തിയറം വെച്ചുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. ഇതുപോലെ പൈതഗോറസ് തിയറം ഏതിൽ അപ്ലൈ ചെയ്യാം? ട്രയാങ്കിൾ BDC-യിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ തിയറം എവിടെ അപ്ലൈ ചെയ്യാം? ട്രയാങ്കിൾ BDC-യിൽ അപ്ലൈ ചെയ്യാം. ഇതേ കണക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഏതിൽ അപ്ലൈ ചെയ്യാം? ട്രയാങ്കിൾ BDC-യിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ BDC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പൈതഗോറസ് തിയറം വരും. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഈ ഒരു ഫിഗർ ട്രയാങ്കിൾ BDC നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഹൈപ്പോട്ടന്യൂസ് എന്താണ്? BC സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? BC സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എടുക്കാം? BC സ്ക്വയർ ഈക്വൽ ടു ബേസ് എന്ന് പറയുമ്പോ
BD² പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് CD². അപ്പോ നമ്മൾ പൈതഗോറസ് തിയറം എഴുതി BC² ഈക്വൽ ടു BD² പ്ലസ് CD². ഓരോ വാല്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. BDയുടെ വാല്യൂ എത്രയാണ്? BDയുടെ വാല്യൂ 3. അപ്പൊ 3ന്റെ സ്ക്വയർ പ്ലസ് CD എന്ന് പറഞ്ഞാൽ H, അപ്പോ H². 3ന്റെ സ്ക്വയർ നമുക്കറിയാം 9. H² തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചു 6. 9ഉം 6ഉം കൂടെ കൂട്ടുന്നു, എത്ര കിട്ടും? 15. അപ്പൊ BC² എത്രയെന്ന് കിട്ടി? 15 എന്ന് കിട്ടി. ആണെങ്കിൽ BC എന്തായിരിക്കും? √15. BC എന്ന് പറയുന്നത് നമുക്ക് എത്രയെന്ന് കിട്ടുന്നു? √15 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോ ഈ ലെങ്ത് നമുക്ക് എത്രയെന്ന് കിട്ടി? √15. അപ്പൊ പെർപെൻഡിക്കുലർ സൈഡ് രണ്ടും കണ്ടുപിടിച്ചല്ലോ. ഒരു സൈഡ് നമുക്ക് എത്രയെന്ന് കിട്ടി? √10. അടുത്ത സൈഡ് എത്രയെന്ന് കിട്ടി? √15. ഓക്കെ, അപ്പോ ഏത് പാർട്ടിന്റെ ആൻസർ ആയി? മൂന്നാമത്തെ ആ ക്വസ്റ്റ്യന്റെ തേർഡ് പാർട്ടിന്റെ ആൻസർ ആയി. ഇനി നമുക്ക് വേണ്ടത് ഫോർത്ത് പാർട്ടാണ്. ഫോർത്ത് പാർട്ട് എന്താ പറഞ്ഞേ? കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാർട്ടാണ്. പ്രൂവ് ദാറ്റ് ഇഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി സ്ക്വയർ കോർണർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഡിവൈഡ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻടു 2 പാർട്ട് ലെങ്ത് A ആൻഡ് B. അതായത് നമുക്ക് ആദ്യം തന്നേക്കുന്ന ക്വസ്റ്റ്യനില് അതേ ഫിഗർ തന്നെ എടുക്കുകയാണേ. ആ അതേ ഫിഗറിൽ തന്നെ നമ്മൾ പറയാൻ പോവാണ്. ഇപ്പോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ സ്ക്വയർ സൈഡ് എന്ന് വെച്ചാൽ 90 ഡിഗ്രി വരുന്ന ആംഗിളിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചു. അത് AB യെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത് അത് ഏതൊക്കെയാണ്? ഒരു പാർട്ട് എയും അടുത്ത പാർട്ട് എന്താണ്? ബിയുമാണ്. ഒരു പാർട്ട് എ ആണ്, അടുത്ത പാർട്ട് എന്താണ്? ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ടത് ഇഫ് ദി ഹൈറ്റ് ഈസ് h, ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് h ആണെങ്കിൽ H² ഈക്വൽ ടു AB എന്ന് തെളിയിക്കുക. H² ഈക്വൽ ടു എന്തെന്ന് തെളിയിക്കുക? AB. സിമ്പിൾ ആയിട്ട് തെളിയിക്കാം. നമുക്കറിയാം ഈ വരച്ചിരിക്കുന്ന ഫിഗറില് ഈ രണ്ട് ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും. അപ്പൊ ഇവിടത്തെ കേസ് നോക്കുകയാണെങ്കിൽ ആദ്യം എക്സിന്റെ കേസ് നോക്കാം. എക്സിന് ഓപ്പോസിറ്റ് ആക്കുന്ന സൈഡ് നോക്കി. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് H, ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് B. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? H/B. ഇനി 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് നോക്കുക. ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് A, ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് H. അപ്പൊ എങ്ങനെ എടുക്കാം? A/H. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരും. സാർ എന്തിനാണ് ഇവിടെ H/B എടുത്തു? ഇവിടെ എന്തുകൊണ്ടാണ് A/H എന്ന് എഴുതിയത്? H/A എന്ന് എഴുതിക്കൂടെ? അപ്പൊ അതൊന്ന് നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഒന്നുമില്ല, ഞാൻ ആദ്യം എടുക്കുന്ന ആംഗിൾ ലെഫ്റ്റ് സൈഡിലാണ്, രണ്ടാമത് എടുക്കുന്നത് റൈറ്റ് സൈഡിലാണ്. അപ്പൊ എല്ലാ കേസസിലും ആദ്യത്തെ കേസിൽ ആദ്യം ലെഫ്റ്റും പിന്നെ റൈറ്റുമാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത കേസിൽ എന്ത് തന്നെ ചെയ്യണം? ആദ്യം ലെഫ്റ്റ് സൈഡിൽ നോക്കണം, എന്നിട്ട് റൈറ്റ് സൈഡ് നോക്കണം. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് H, അപ്പൊ ലെഫ്റ്റിൽ നോക്കി. ഇതിന് ഈക്വൽ ആയിട്ടുള്ള എക്സ്, അതിന് ഓപ്പോസിറ്റ് A. അപ്പൊ ആദ്യം ലെഫ്റ്റ് പിന്നെ റൈറ്റ്, അതുകൊണ്ടാണ് H/B എന്ന് എഴുതിയത്. ഇനി രണ്ടാമത്തെ എഴുതുമ്പോഴും ആദ്യം എന്ത് എഴുതണം? ലെഫ്റ്റ് എടുക്കണം. എന്ന് വെച്ചാൽ എടുക്കേണ്ട ആംഗിള് 90 മൈനസ് എക്സ് ആണ്. ഇതെടുക്കണം, ഒരിക്കലും ഇതെടുക്കരുത്. കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റിൽ നിന്നാണ്. അപ്പൊ ഇത് 90 മൈനസ് എക്സ്, അതിന് ഓപ്പോസിറ്റ് എന്താ? A. ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് എന്താ? H. അതുകൊണ്ട് എന്തെന്ന് എടുക്കുക? A/H. അത് ക്ലിയർ ആയിരിക്കണം. ആംഗിൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് അടുത്തയിലോട്ട്, ഒരു ട്രയാംഗിളിൽ നിന്ന് അടുത്ത ട്രയാംഗിളിലോട്ട് പോകുന്ന ഫിക്സഡ് ആയിരിക്കണം. ആദ്യത്തെ കേസിൽ ഫസ്റ്റ് ലെഫ്റ്റും സെക്കൻഡ് റൈറ്റുമാണ് എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കേസിലും ആദ്യം ലെഫ്റ്റ് പിന്നെ എന്തെടുക്കുക? റൈറ്റ് എടുക്കുക. ഈ രണ്ട് റേഷ്യോസും ഈക്വൽ ആയിരിക്കും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. ആൻസർ ആയി H into H, H² ഈക്വൽ ടു A into B, AB. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? H² ഈക്വൽ ടു AB. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്. വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ? ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻസർ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ആ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക. ഇത് കൃത്യമായിട്ട് നമ്മൾ എഴുതി പഠിച്ചാലേ ഇത് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സിമിലർ ട്രയാങ്കിളിന്റെ പ്രത്യേകതകൾ എന്താണ്, അത് വെച്ചുകൊണ്ടുള്ള 2 പ്രോബ്ലം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും ചെയ്തു, ഒരു വലിയ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ ബാലൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ 2 സെക്ഷനും കൂടെ ഉണ്ട്. അതെല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.